നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. തൃശ്ശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിൻ്റെ ദുരൂഹതകൾ അവസാനിക്കുന്നില്ല. അട്ടിമറി സാധ്യതകൾ പലതാണ്. വെടിക്കെട്ട് കരാറുകാരൻ്റെ ലൈസൻസ് മുതൽ മാധ്യമപ്രവർത്തകർ ഉന്തിത്തള്ളി അതിനകത്തേക്ക് കടന്നു വന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇപ്പോൾ സജീവ ചർച്ചയിലാണ്. എന്തായാലും ജുഡീഷ്യൽ അന്വേഷണം നടക്കുന്നു. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരട്ടെ. ഇതുമായി ബന്ധപ്പെട്ട മനോജ് മനയിലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റും അദ്ദേഹത്തിൻ്റെ ലേഖനവും വളരെ അധികം സജീവമായ ചർച്ചകൾക്ക് വിധേയമായി കൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആദ്യം ഒന്ന് വായിക്കാം. മുണ്ടത്തിക്കോട് അപകടം നടന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന തിരുവമ്പാടിക്കാരുടെ കരാറുകാരന് ആദ്യകാലത്ത് 15 കിലോഗ്രാം വെടിമരുന്നിൻ്റെ ലൈസൻസേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. കമ്പിത്തിരി, മത്താപ്പ്, പൂത്തിരി തുടങ്ങിയ ഫാൻസി ക്രാക്കേഴ്സ് ഐറ്റങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതായത് മുകളിലേക്ക് ഉയർന്നു പൊട്ടുന്ന വസ്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ല. 2022 ആയപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് നടത്തിയിരുന്ന പലരുടെയും ലൈസൻസ് പല കാരണങ്ങൾ കൊണ്ട് റദ്ദാക്കപ്പെടുകയുണ്ടായി. ആ സമയത്താണ് കരാറുകാരൻ 2000 കിലോഗ്രാം വെടിമരുന്ന് ഉപയോഗിക്കുവാനുള്ള ലൈസൻസിന് അപേക്ഷിക്കുന്നത്. അപേക്ഷ പ്രകാരം ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരുടെ പരിശോധന നടന്നു. അവരുടെ അന്വേഷണ പ്രകാരം മുണ്ടത്തിക്കോട് പ്രവർത്തിക്കുന്ന പടക്ക നിർമ്മാണശാലയിലേക്ക് ഫയർ എഞ്ചിനുകൾക്കും ആംബുലൻസുകൾക്കും നിർബാധം കടന്നു പോകാനുള്ള വഴി സൗകര്യം ഇല്ല എന്ന് മനസ്സിലായി. അവിടേക്കുള്ള വഴി വീതി കൂട്ടി സുഗമമാക്കിയാൽ 2000 കിലോഗ്രാമിന് അനുമതി കൊടുക്കാമെന്നും ഉദ്യോഗസ്ഥർ കളക്ടറെ അറിയിച്ചു. എന്നാൽ ADMന് ചില അധികാര അവകാശങ്ങൾ ഉണ്ടെന്ന കാരണത്താൽ ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങളെ മറികടന്ന് 2000 കിലോഗ്രാമിന് അനുമതി കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഈ രീതിയിൽ എത്രയധികം ലാഘവ ബുദ്ധിയോടുകൂടിയാണ് ഈ വിഷയത്തെ സമീപിച്ചിരിക്കുന്നതെന്ന് നോക്കുക. 2000 കിലോഗ്രാമിൻ്റെ ലൈസൻസ് കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഒന്നാമത്തെ കാര്യം, ഈ 2000 കിലോഗ്രാമിലധികം വരുന്ന വൻ സ്ഫോടക ശേഖരം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇത്തരത്തിലുള്ള വെടിക്കെട്ട് പോലുള്ള വലിയ മാമാങ്കങ്ങൾക്ക് ലൈസൻസ് കൊടുക്കുന്നതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ പ്രയോഗിക്കപ്പെട്ടിട്ടില്ല എന്ന തരത്തിലാണ് ഇതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കേണ്ടത്. അതുമാത്രമല്ല, ഈ പ്രദേശത്തിലേക്ക് ആംബുലൻസുകൾക്ക് കടന്നു വരുവാനുള്ള സൗകര്യങ്ങൾ ഇല്ലായിരുന്നു എന്ന് അന്ന് എല്ലാവരും കണ്ട കാര്യമാണ്. ഇത്രയധികം വലിയ രീതിയിൽ ഒരുപക്ഷേ എന്നല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ആഘോഷമാണ് തൃശ്ശൂർ പൂരം. ആ തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് എന്ന അതിപ്രാധാന്യമുള്ള ഈ ചടങ്ങിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ കരാറുകാരന് കൊടുക്കുന്ന ലൈസൻസാണ്. അല്ലാതെ ദീപാവലിക്ക് പടക്ക നിർമ്മാണശാലയ്ക്ക് കൊടുക്കുന്ന ലൈസൻസ് അല്ല, അല്ലെങ്കിൽ ദീപാവലിക്ക് നടത്തുന്ന ഏതെങ്കിലും വീടുകൾ ചെറിയ പൊട്ടാസ് പൊട്ടിക്കുന്നതിൻ്റെ ലൈസൻസ് അല്ല ഇത് ഒരു വലിയ പ്രദേശത്തെ, ഒരു ജില്ലയുടെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം തൃശ്ശൂർ പൂരത്തിൻ്റെ വിദേശികളും സ്വദേശികളുമായ എല്ലാ മലയാളികളും കാത്തിരിക്കുന്ന ആഘോഷ പരിപാടിയുടെ ഒരു ലൈസൻസാണ്. ഈ ലൈസൻസ് ഇത്രയധികം ലാഘവ ബുദ്ധിയോടുകൂടിയാണോ കൊടുക്കുന്നത്? അവിടെ എത്തിച്ചേരുന്ന മനുഷ്യരുടെ ജീവന് ഒരു സുരക്ഷയും കൊടുക്കണ്ടേ? അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് എത്ര ഭയാനകമായ രീതിയിൽ, എത്ര മൃഗീയമായ രീതിയിലുള്ള ഒരു മനുഷ്യാവകാശ ലംഘനമാണ് നടന്നിരിക്കുന്നത്. അവിടെ ഇത്രയേ സേഫ്റ്റിയുള്ളൂ. അവിടുത്തെ മനുഷ്യർക്ക് ഒരു വിലയുമില്ലേ? കേരളത്തിൽ തൃശ്ശൂരിലുള്ള 40 ജീവനുകൾ എന്നാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം 40 പൊതിച്ചോറ്, അവിടെ എത്ര പേര് വന്നിട്ടുണ്ട് എന്ന് ആർക്കും തന്നെ അറിയില്ല. മാധ്യമപ്രവർത്തകർ ഈ സ്കൂൾ വിട്ടതുപോലെ അതിനകത്തേക്ക് കുതിച്ചു പായുകയാണ്. ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇത്തരത്തിൽ ആരാണ് ഇവർക്ക് അനുമതി കൊടുത്തത്? എന്ത് സിവിക് സെൻസാണ് മാധ്യമപ്രവർത്തകർക്ക് ഉള്ളത് എന്നുള്ളതിൻ്റെ കാര്യത്തിൽ വലിയ സംശയമാണ് തോന്നുന്നത്. പ്രത്യേകിച്ചും മോദിയെ ഈ ചാണകത്തലയൻ എന്നൊക്കെ വിളിച്ചുകൊണ്ട് നടത്തിയ മാധ്യമപ്രവർത്തകർ പോലും കേരളത്തിൽ ഉള്ള സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ
കെട്ടഴിച്ച് വിട്ടിരിക്കുന്നത്. അതായത് ഒരു രീതിയിലുള്ള സിവിക് സെൻസും പല മാധ്യമപ്രവർത്തകർക്കും ഇല്ല എന്ന് അവർ ഇതിനോടകം തന്നെ തെളിയിച്ചിട്ടുള്ളതാണ്. ചില PR ഏജൻസികളായിട്ട് പോലും അവർ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു രീതിയിലുള്ള എത്തിക്സും അവർ കാണിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒന്നിലധികം വസ്തുതകൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അത് അവിടെ ഇരിക്കട്ടെ. പക്ഷേ ഇവിടെയെങ്കിലും കുറച്ചുകൂടി മര്യാദ പാലിക്കേണ്ടതല്ലേ? ഈ സംശയത്തിൻ്റെ നിഴലിൽ മാധ്യമപ്രവർത്തകർ കൂടി വരിക എന്ന് പറയുമ്പോൾ അത് അത്രയധികം ബുദ്ധിമുട്ടേറിയ ഒരു സംഭവം തന്നെയാണ്. ഒരു സിവിക് സെൻസ് ഉണ്ടാക്കേണ്ട ഫോർത്ത് എസ്റ്റേറ്റിൽ പെടുന്ന മാധ്യമങ്ങൾ ഈ രീതിയിൽ എങ്ങനെയാണ് അവർക്ക് പ്രവർത്തിക്കുവാൻ തോന്നുന്നത്? എന്തായാലും സമഗ്രമായ ഒരു അന്വേഷണം തന്നെയാണ് ഈ വിഷയത്തിൽ വേണ്ടത്. ഇനി നമുക്കൊന്ന് പുറകിലേക്ക് പോയാൽ, ഇനി ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല, ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. ഈ നമ്മുടെ നിരവധിയായിട്ടുള്ള വെടിക്കെട്ട് അപകടങ്ങൾ നടന്നിട്ടുണ്ട്. പുറ്റിങ്ങലിലെ വെടിക്കെട്ട് അപകടം ആരും തന്നെ മറന്നു കാണില്ല. പുറ്റിങ്ങലിലെ വെടിക്കെട്ട് അപകടത്തെ തുടർന്ന് 2016 സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ് വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും സുരക്ഷിതത്വത്തെ മുൻനിർത്തി വ്യക്തമായിട്ടുള്ള ഒരു മാർഗരേഖ കൊടുത്തിട്ടുണ്ട്. വെടിക്കെട്ടിന് മുന്നേ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ വെടിക്കെട്ട് നിലത്ത് വച്ച് പരിശോധിക്കണമെന്നാണ് അതിലൊന്ന്. മുകളിൽ പോയി പൊട്ടുന്ന വെടിക്കോപ്പുകളിൽ അവയെ മുകളിലേക്ക് തള്ളിവിടുന്ന വാണത്തിരി എടുത്തുമാറ്റി നിലത്ത് കുഴിയിട്ട് പൊട്ടിക്കണം. ഇപ്രകാരം പൊട്ടിക്കുമ്പോൾ 4 മീറ്റർ ചുറ്റളവിൽ ഡെസിബൽ മെഷീൻ വെച്ച് പരിശോധന നടത്തി ആ ടെസ്റ്റിൽ 125 ഡെസിബലിൽ കൂടുതലാണ് ശബ്ദമെങ്കിൽ അത്തരം വെടിക്കോപ്പുകൾ പൊട്ടിക്കാതിരിക്കാൻ ഉത്തരവിടണം. ഇനി അതെങ്ങനെയാണ് ഈ പരിശോധന നടത്തുന്നതെന്നും മനോജ് മനയിൽ പറയുന്നുണ്ട്. അല്ലെങ്കിൽ വെടിക്കെട്ടിന് അനുമതി നിഷേധിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ അപ്രിയകരമായ സത്യം എന്തെന്നാൽ കേരളത്തിൽ ഇന്ന് വരെ ഇപ്രകാരം നടത്തിയ പരിശോധനകളിലൊന്നും 4 മീറ്റർ ചുറ്റളവിൽ വച്ച് നടന്നിട്ടില്ല എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത. ഏതാണ്ട് 30-40 മീറ്റർ ഉയരത്തിൽ പോയി പൊട്ടുന്ന ഈ വെടിക്കോപ്പുകൾ ഉദ്യോഗസ്ഥർ 60 മീറ്റർ ദൂരം മാറി നിന്ന് പൊട്ടിച്ച് 10 മിനിറ്റിനുള്ളിൽ റെക്കോർഡ് ചെയ്യും. കണക്കിലെ കളിയെന്നോണം റെക്കോർഡ് ചെയ്ത ഡെസിബലിലെ ആവറേജ് ചെയ്ത് 124 ഡെസിബൽ എന്ന് രേഖപ്പെടുത്തും. 125 കൂടുതലായാൽ മാത്രമല്ലേ നിയമലംഘനമാകുകയുള്ളൂ. ഇത്തരത്തിലാണ് നിയമങ്ങൾ വളച്ചൊടിച്ച് കാറ്റിൽ പറത്തി അവർക്ക് വേണ്ട തരത്തിൽ ഈ കാര്യങ്ങളൊക്കെ സംവിധാനങ്ങളൊക്കെ ഒതുക്കിക്കൂട്ടുന്നത്. തൃശ്ശൂർ പൂരം പോലെയുള്ള ജനസാഗരം വന്നു ചേരുന്ന ഇടത്തെ കാഴ്ചയാണിത്. എന്തെങ്കിലും വലിയ രീതിയിലുള്ള അപകടം, ഇപ്പോൾ വെടിക്കെട്ടിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്ന അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആ പണിയിലേർപ്പെട്ടിരുന്ന ആ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന മനുഷ്യർക്കാണ് ഈ അപകടമുണ്ടായത്. തികച്ചും മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള സംഭവമാണ്. 40 മനുഷ്യരുടെ ജീവൻ കയ്യിൽ വച്ചിട്ടാണ് ഈ പോരിന് ഇറങ്ങി പുറപ്പെട്ടത്. അതൊന്ന്. ഇനി ഈ ദുരന്തം നടക്കുന്നത് തൃശ്ശൂർ പൂരം നടക്കുന്ന സമയത്താണെങ്കിലോ ആരാണ് ഇതിന് മറുപടി പറയുക? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിയാൽ 2016 പുറ്റിങ്ങലിൽ ആ മനുഷ്യർ വെന്തു മരിച്ചത് ഈ ലോകം കണ്ടു നിന്നതാണ്. എത്രയധികം മനുഷ്യർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്, എത്ര ഭയാനകമായ രീതിയിലാണ് ആ വിഷയങ്ങൾ നമ്മൾ ഓരോരുത്തരും കേട്ടത്. എത്രയേറെ മനുഷ്യർക്ക് അംഗഭംഗം വരുത്തി. ഇങ്ങനെ ആണോ ഒരു കാര്യം കൈകാര്യം ചെയ്യേണ്ടത്? 2025 2025 മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് തൃശ്ശൂർ പൂരം നടത്തിയത് എന്നതിൻ്റെ പേരിൽ ഇപ്പോഴും ഹൈക്കോടതിയിൽ കേസ് നടക്കുകയാണ്. ഹിന്ദുവിൻ്റെ ആഘോഷ പരിപാടികൾക്ക് ഈ രീതിയിലുള്ള മര്യാദ മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ. തൃശ്ശൂർ പൂരം പോലുള്ള സംസ്ഥാന വ്യാപകമായിട്ട് മനുഷ്യർ പങ്കെടുക്കുന്ന, ഒരുപക്ഷേ ലോകത്തിലെ മലയാളികൾ ഒന്നടങ്കം വീക്ഷിക്കുന്ന, അല്ലെങ്കിൽ ഭാരതത്തിലെ അങ്ങുമിങ്ങും ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആൾക്കാർ അവിടെ വരാറുണ്ട്. ഇതിനെയാണോ, ഈ രീതിയിലാണോ ഒരു മര്യാദ നമ്മൾ കൊടുക്കേണ്ടത്? എന്തായാലും തീർച്ചയായിട്ടും ഇതിൽ വളരെ ക്രിയാത്മകമായ അന്വേഷണം നടക്കണം, വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കണം, ജുഡീഷ്യൽ അന്വേഷണം വളരെ സ്ട്രിക്റ്റായിട്ട് നടക്കണം. കുറ്റക്കാർക്ക് ഒരു രീതിയിലും ഒരു പഴുതും കൊടുക്കുവാൻ പാടില്ല. അവർ ഇതിന് മുന്നിൽ, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം, കർശനമായി ശിക്ഷിക്കപ്പെടുകയും വേണം. ഇല്ലെങ്കിൽ ഇത് വീണ്ടും അവർ ആവർത്തിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി മറ്റൊരു ന്യൂസും കൂടെ ഇതിനോട് ചേർത്ത് പറയട്ടെ. ഇതിൻ്റെ ഒരു സീരിയസ്നെസ് ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു ന്യൂസല്ല, പക്ഷേ അത് കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ ഓട്ടപ്രദർശനത്തിൽ ആ ന്യൂസ് കൂടി ഉൾപ്പെടുത്തുന്നത്, ആ വാർത്ത കൂടി ഉൾപ്പെടുത്തുന്നത്. മലയാളികൾ അത് കേൾക്കണം, പ്രത്യേകിച്ചും ഹിന്ദുക്കൾ അത് കേൾക്കണം. ജാതി വെറി ഉണ്ടാക്കുവാനായിട്ട് ഒരു സജീവമായ ശ്രമം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനി ജാതി വെറി അവിടെ നിൽക്കട്ടെ,
ജാതിവെറി ഉണ്ടാക്കുവാനായിട്ട് സജീവമായ ശ്രമം നടത്തുന്ന CPM കേഡേഴ്സിലെ ഒരു പ്രധാനപ്പെട്ട ഒരു മുഖമാണ് കുരീപ്പുഴ ശ്രീകുമാർ. ഈ കുരീപ്പുഴ ശ്രീകുമാറിൻ്റെ ഇപ്പോഴത്തെ ശ്രമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതിവെറി ഉണ്ടാക്കുന്നതിനപ്പുറം ഒരു വിഷയത്തെ എടുത്തു വയ്ക്കുക, കുംഭമേളയുടെ വൈറൽ പെൺകുട്ടിയുടെ വിഷയം എടുത്തു വയ്ക്കുക, ആ വിഷയത്തിൽ ഒരു ചർച്ച വേറൊരു രീതിയിൽ വഴിമാറ്റിക്കൊണ്ടുപോകാനുള്ളൊരു ശ്രമം നടത്തുകയാണ്. വീണ്ടും ചർച്ച CPMന് അനുകൂലമായ രീതിയിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായ രീതിയിൽ ഒരു ചർച്ചയെ വഴിമാറ്റി കൊണ്ടുപോകാനുള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രമം മറ്റൊന്നുമല്ല, കുരീപ്പുഴ ശ്രീകുമാറിനെ എല്ലാവർക്കും അറിയാം. അതിന് എന്തൊക്കെയാണ് അയാൾ എന്നേ പറയാൻ തോന്നുന്നുള്ളൂ. ആ സാംസ്കാരിക പ്രവർത്തകനെ, ആ മനുഷ്യൻ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് നമുക്ക് ഏവരും പല സമയങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതാ വൈറൽ പെൺകുട്ടിയുടെ വിഷയത്തിൽ പ്രത്യേകിച്ചും NCST കേസെടുത്തിട്ടുള്ള വിഷയമാണ്. നാഷണൽ സെൻട്രൽ ട്രിബ്യൂണൽ കേസെടുത്തിട്ടുള്ള വിഷയമാണ് ഈ പ്രശ്നമെന്ന് പറയുന്നത്. പ്രായപൂർത്തിയാകാത്ത ഈ പെൺകുട്ടിയെ കേരളത്തിലേക്ക് ഒന്നും രണ്ടും പറഞ്ഞുകൊണ്ട്, അതായത് സീനറിയൊക്കെ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ കൊണ്ടുവരികയും പീഡിപ്പിക്കുകയും ചെയ്തു എന്നതാണ് അച്ഛൻ കൊടുത്ത കേസ്, പെൺകുട്ടിയുടെ അച്ഛൻ കൊടുത്ത കേസ്. അച്ഛനും അമ്മയും ഒക്കെ ഈ പെൺകുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞിട്ടില്ല എന്ന് പലതവണ ആവർത്തിച്ച് പറഞ്ഞതാണ്. അവരുടെ മൊഴിയെടുക്കുവാനോ അവരോട് ഈ വിഷയത്തെ പറ്റിയിട്ട് സംശയങ്ങൾ ആരായുവാനോ ഡോക്യുമെൻറ്റിൻ്റെ കൃത്യത പരിശോധിക്കുവാനോ പലരും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ വരുന്ന വസ്തുതകൾ. എന്തായാലും ഇതിനെ പറ്റിയിട്ട് സമഗ്രമായ ഒരു അന്വേഷണം തന്നെ വേണം. ഇതിൻ്റെ ഡോക്യുമെൻറ്റിൻ്റെ ആധികാരികത പരിശോധിച്ചു എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ആധികാരികത പരിശോധിച്ചുവെങ്കിൽ ഇതെങ്ങനെയാണ് ഈ കേസ് ഉണ്ടാവുന്നത്? ഇതിവിടെ പോക്സോ കേസാണ് ചാർജ് ചെയ്തിട്ടുള്ളത്. ഇനി പോക്സോ കേസിൻ്റെ വിഷയം അവിടെ നിൽക്കട്ടെ. ഈ പോക്സോ കേസ് എടുത്തിട്ടുള്ള ഈ വിഷയത്തിൽ കുരീപ്പുഴ ശ്രീകുമാർ പറയുകയാണ്, ഇവിടെ ജാതിരഹിത മതരഹിത വിവാഹങ്ങൾ കേരളത്തിൽ നടക്കുമെന്നറിഞ്ഞതുകൊണ്ടാണ് ഈ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ, ഈ മനുഷ്യാവകാശത്തെ മുൻനിർത്തിക്കൊണ്ട് അവർക്ക് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാനുള്ള ഒരു വിശുദ്ധ ഇടമായി കേരളത്തെ കണ്ടുകൊണ്ടാണ് അവർ കേരളത്തിൽ വന്നതിന് ശേഷം ഇവിടെ വച്ച് വിവാഹം ചെയ്തത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ വസ്തുത എന്താണ് എന്ന് മലയാളികൾ ഒന്നടങ്കം കണ്ടതാണ്. ആ ആദിവാസിയെ പെൺകുട്ടിയെ കബളിപ്പിച്ച് കല്യാണം കഴിച്ചതിന് ശേഷം പോക്സോ ചാർജ് ചെയ്ത വിഷയത്തെ ന്യായീകരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ഒരു സാംസ്കാരിക പ്രവർത്തകൻ. തള്ളിക്കളയുവാനേ കഴിയില്ല. തീർച്ചയായിട്ടും ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. ഇല്ല എങ്കിൽ ഇത്തരം കപട സാംസ്കാരിക പ്രവർത്തകർ വീണ്ടും കേരളത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വിഷം കോരി ഒഴിച്ചുകൊണ്ടേയിരിക്കും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.